ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അകലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് എല്ലാവരും ഉണ്ട് കല്യാണത്തിന്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കമ്പനി അടിച്ച് കല്യാണത്തിന് പോയി. ഞങ്ങൾ രാവിലെ ഒരു 10 മണിയോട് കൂടിയിട്ട് അവിടെ എത്തി. ഇതാണ് നമ്മുടെ അകലൂർ ഭഗവതി ക്ഷേത്രം. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മാമനാണ്. ഇത് മാമൻ്റെ മകൻ നന്ദു ആണ്. ഇതാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞു അവർ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങളും കുറച്ച് അപ്പുറത്തൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് ഫോട്ടോ മുഖ്യമാണല്ലോ. അങ്ങനെ ഞാനും ബിജിയും ശാലിനിയും കൂടി ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നു. നല്ല സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടായിരുന്നു. പാലട പായസമൊക്കെ ആയിട്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പട്ടാമ്പിയിലേക്ക് ഒന്ന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിക്ക് പോവുകയാണ്. ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പട്ടാമ്പിയിലുള്ള ഹെന്ന ഫാൻസിയിലാണ് കയറിയത്. അപ്പോൾ ചേച്ചിയുടെ കുട്ടിക്ക് ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ചെരുപ്പ് എടുക്കാനാണ് കയറിയതെങ്കിലും നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ പൊട്ട് എവിടെ പോയാലും എനിക്കൊരു മുഖ്യമാണ്. പൊട്ട് വാങ്ങിക്കൽ എൻ്റെ ഒരു ക്രേസായി മാറിയിട്ടിരിക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ഒരുപാട് കളക്ഷനുള്ള ഒരു കടയാണ് നമ്മുടെ പട്ടാമ്പിയിലുള്ള ഹെന്ന. അങ്ങനെ കുട്ടൂന് കുറേ ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായത് അതായിരുന്നു. പിന്നെ കുഞ്ഞിക്കളിപ്പാട്ടങ്ങൾ കുറേ കണ്ടു. അപ്പോൾ ഇവിടെ കുറേ നേരം നിന്നു. അവളൊരു ടോയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ, ഒരു റിമോട്ട് കാറ്. അവൾ മുന്നേ ഒന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും പോയത്. അങ്ങനെ നടന്നപ്പോഴാണ് അവർ ഞങ്ങളുടെ അടുത്തൊരു വെറൈറ്റി മിറർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നത്. ഇതാണ് ആ മിറർ. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു നോട്ട്ബുക്കിൻ്റെ മോഡലാണ് വരിക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാൻഡ് ആക്കിയിട്ട് വെക്കാനും സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഉണ്ണിമോളുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം എന്നാൽ അവൾക്ക് കൊടുക്കാമെന്ന് കരുതി. നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമായിരുന്നു അത്. പിന്നെ അതിൻ്റെ ചെറിയ മിറർ, ഇത് പിന്നെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും ഇങ്ങനെ ചെറിയൊരു ബോക്സ് പോലെയാണ് നമുക്ക് തോന്നിക്കുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മിററും ഒരു ചീർപ്പും അതിനുള്ളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി വീട്ടിലെത്തി. വൈകുന്നേരത്ത് നമ്മുടെ അമ്പലത്തിൽ മണ്ഡലകാല ചുറ്റുവിളക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു ചുറ്റുവിളക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റുവിളക്കിന് പോയി ദീപമൊക്കെ കൊളുത്തി അങ്ങനെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേറെ ചുറ്റുവിളക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ചുറ്റുവിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ആളുകൾ മാത്രമേ നമ്മുടെ അമ്പലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചു. പായസം ഉണ്ടായിരുന്നു ചുറ്റുവിളക്കിൻ്റെ, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നട അടയ്ക്കേണ്ട സമയമായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരാൾ വല്ലാണ്ട് പാടുപെടുന്നുണ്ട്. ഇവിടെ ഒരു 7up കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൊന്ന് കൊല വിളിക്കുക എന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ്. നുറുങ്ങാക്കിയിട്ട് ഇനി അതിനെ ഇടും. ഇത്രയും ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നപ്പോഴേക്കും. അവൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കളിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.